പക്ഷെ എന്നുവരികിലും അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ പ്രവർത്തനമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. എല്ലാ സമൂഹങ്ങളിലും ഇതുപോലെയുള്ള ചിത്തര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഭാരതത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ സമുദായ സൗഹാർദ്ദവും ഐക്യവും എല്ലാം പാലിച്ചു പോകാൻ ശ്രമിക്കുന്ന സമൂഹമാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷെ എന്നുവരികിലും അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ പ്രവർത്തനമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. എല്ലാ സമൂഹങ്ങളിലും ഇതുപോലെയുള്ള ചിത്തര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും അതിനുവേണ്ട നടപടികളെടുത്ത് അവയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് പ്രത്യാശയുണ്ട്. അതിനുവേണ്ടി നമ്മളും പരിശ്രമിക്കുന്നതാണ്. അതാണ് പറയാനുള്ളത്. അതുകൊണ്ട് അവയുടെ പേരിൽ ഒരിക്കലും ഒരു സമുദായ ശിഥിലീകരണം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശിഥിലീകരണം കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവർ ഒരിക്കലും അക്രമാസക്തമായിട്ടുള്ള രീതികളിൽ പ്രതികരിക്കുകയില്ല. അത് ഞങ്ങളുടെ വിശ്വാസത്തിന് തന്നെ എതിരാണ്. അങ്ങനെയുള്ളത് കൊണ്ട് സമാധാനത്തിനും ഐക്യത്തിനുമൊക്കെ വേണ്ടി നിലനിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരമുള്ള ശിഥിലീകരണ പ്രവർത്തനങ്ങളെ, അക്രമപരമായിട്ടുള്ള സമീപനങ്ങളെ നമ്മൾ പ്രതിരോധിക്കുവാനായിട്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതവർ ചെയ്യുമെന്നുള്ള പ്രത്യാശയിലാണ് ഇല്ല. സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ നിയമനത്തെക്കുറിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ചെയ്തിരിക്കുന്ന നടപടികളെ ഇപ്പോൾ മനസ്സിലാക്കുന്നു. വേണ്ടത്ര രീതിയിൽ അതിന് പിന്തുണ നൽകുന്നതായിരിക്കും.